അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ ദഅവ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഇസ്ലാമിലുണ്ട്. ദഅവ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അതേപോലെ തന്നെ അമുസ്ലിങ്ങളായ സഹോദരി സഹോദരന്മാർക്കും അറിയാനും കൂടെ വേണ്ടിയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ പേര് ഹാറൂൺ സേഠ്. ഞാൻ ഇതുപോലുള്ള മറ്റ് വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇസ്ലാമികമായിട്ട് ബന്ധപ്പെട്ട അതേപോലെ തന്നെ ഇസ്ലാമും മറ്റ് മതങ്ങൾ, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, അതിനകത്തുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഐ വിൽ ബി റെക്കോർഡിങ് ലോട്ട് ഓഫ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ലിങ്ക് പാസ് ചെയ്ത് കൊടുക്കുക, അവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ദഅവ എന്ന് പറയുന്ന ഒരു ആക്ഷൻ. ഓക്കെ, ഒരു പക്ഷേ നോൺ മുസ്ലിംസിന് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ദഅവ എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ എന്നാണ് അർത്ഥം. പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഒരു നോൺ മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തിക്ക് ഓക്കെ ഇത് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇസ്ലാമിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നത്. ഓക്കെ, ഇത് ഇസ്ലാമിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടാനാണോ, അല്ല വേറെന്തെങ്കിലും എന്തെങ്കിലും മോശമായ ഇൻറ്റൻഷൻസ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരാം. എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നത്? ഓക്കെ, ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇസ്ലാമിൻ്റെ പുസ്തകമായ അതായത് ഖുർആൻ എടുത്താലും അതേപോലെ തന്നെ ഹിന്ദു മതത്തിൻ്റെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ എടുത്താലും ഉപനിഷത്തും അതേപോലെ തന്നെ വേദങ്ങളും ഒക്കെ എടുത്താലും ബൈബിൾ എടുത്താലും ഇവിടെയൊക്കെ ഒരു ആഫ്റ്റർ ലൈഫ്, അതായത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞിട്ട് ഉള്ള നമ്മുടെ മരണശേഷമുള്ള ജീവിതം. ഓക്കെ, അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ആഫ്റ്റർ ലൈഫ് എന്ന് പറയും, അല്ലെങ്കിൽ ഹിയർ ആഫ്റ്റർ എന്ന് പറയും. ജീവിതം നമ്മുടെ ഇത് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേജ്. ഓക്കെ, അതിനെക്കുറിച്ച് പരാമർശങ്ങൾ എല്ലാ പുസ്തകങ്ങളും നമുക്ക് കാണാം. ഓക്കെ, ഇസ്ലാം എടുത്തു പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പുറത്ത് പടച്ചവൻ്റെ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ മറ്റ് പ്രവാചകന്മാർ, അത് ജീസസ് ക്രൈസ്റ്റ് ആയാലും അതേപോലെ എബ്രഹാം ആയാലും നോവ, നമ്മൾ ഇംഗ്ലീഷിൽ അറബിയിൽ നൂഹ എന്ന് പറയും, ഇംഗ്ലീഷിൽ നോവ എന്ന് പറയും. ഈ പ്രവാചകന്മാർ അവരെല്ലാവരും വന്നത് ഒരൊറ്റ കാര്യം പറയാനാണ്. അതായത് നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനെ ആരാധിക്കുക, അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ, അവന് മാത്രമേ നിങ്ങൾ സാഷ്ടാംഗം വണങ്ങാൻ പാടുള്ളൂ, അവന് മാത്രമേ നിങ്ങൾ അർപ്പണങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അവൻ മാത്രമാണ് ഇതിനെല്ലാത്തിനും ഡിസേർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വേറെ ഒന്നിനും ഒരു സൃഷ്ടിക്കും നമ്മൾ ദൈവമാക്കി കണക്കാക്കാൻ പാടില്ല. ഏകദൈവം, ഒറ്റ ദൈവമാണ് നമ്മളെല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഇന്ത്യക്കാരനായാലും അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും, നമ്മൾ പല രാജ്യങ്ങളെടുത്താൽ അറബ് രാജ്യങ്ങളെടുത്തോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യം, എവിടെ പോയാലും ആരായാലും എല്ലാ മനുഷ്യരെയും എല്ലാ ജന്തുജാലങ്ങളെയും എല്ലാ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ഈ ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ, നമ്മൾ ഗാലക്സി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒറ്റ ദൈവമാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് വേറെ വേറെയാണ്. അതായത് നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ ആ ഒറ്റ ദൈവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് എല്ലായിടത്തും കാണാം. ഓക്കെ, പക്ഷെ അതിൻ്റെ കൂടെ ചിലപ്പോൾ ആൾക്കാരുടെ കൈ കടത്തലുകൾ, അതായത്
ചിലപ്പം നല്ല ഉദ്ദേശത്തോടു കൂടി ചിലപ്പം കൈ കടത്തിയ കാര്യങ്ങൾ അത് പിന്നെ ഒരു സമയത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിനെ കറപ്റ്റ് ചെയ്തു. അങ്ങനെ വന്ന് പിന്നെ ആൾക്കാർ ആ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക്, മറ്റ് സൃഷ്ടികളിലേക്ക് ജനങ്ങൾ തിരിഞ്ഞു. ഒരുപക്ഷെ സ്നേഹം കൊണ്ടോ ഒരുപക്ഷെ ബഹുമാനം കൊണ്ടോ പല ഡിഫറൻറ്റ് രീതി അല്ലെങ്കിൽ പല ഡിഫറൻറ്റ് കാരണങ്ങൾ കാരണമായിട്ട് അവർ സൃഷ്ടികളിലോട്ട് തിരിഞ്ഞ് അങ്ങനെ സൃഷ്ടികളെ അവർ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഒരു സീരിയസ് കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രന്ഥത്തിലൊക്കെ പറയുന്നൊരു കാര്യം, ഓക്കെ, നമ്മൾ ബൈബിൾ എടുക്കുകയാണെങ്കിൽ ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് ഈ 2 കണ്ണുകൾ കൊണ്ട്, ഓക്കെ, നമ്മൾ തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് എടുത്തിട്ട് അത് വലിച്ചെറിയുക. ഒരു കണ്ണുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഈ 2 കണ്ണുകൾ കൊണ്ട് നരകത്തിലേക്ക് പോകുന്നത് എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ കൈയെക്കുറിച്ചും കാലിനെക്കുറിച്ചും പറയുന്നു. അപ്പോൾ ഈ ആഫ്റ്റർ ലൈഫ്, ഓക്കെ, ഇത് വലിയൊരു സംഭവമാണ്. അപ്പം നമ്മുടെ ഈ എല്ലാവരുടെയും മനുഷ്യരുടെ ഒരു ബാധ്യതയാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം. ഞാനൊരു വഴിയിൽ പോകുമ്പോൾ ഇവിടെ അമേരിക്കയിൽ വന്ന ശേഷം ഇവിടെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സംഭവം ഇവിടെ വന്നിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിങ്ക് ഹോൾ എന്ന് പറയും. അതായത് നമ്മളൊരു വഴിയിൽ പോകുമ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വീട്, ഒരു 2 or 3 വീടുകൾ ഒരുമിച്ച് നിൽക്കുന്ന അത്രയും സ്ഥലം ഭൂമിയിലേക്ക് താന്നു പോകും. ഓക്കെ, അതായത് എവിടെ പോയെന്ന് അറിയാൻ സാധിക്കില്ല. അത്രമാത്രം താഴത്തോട്ട്, അതായത് കാണാൻ പറ്റാത്ത നിലയിലുള്ള ദൂരത്തിലോട്ട് താഴോട്ട് അതങ്ങനെ മറിഞ്ഞു പോകും. അത് ഒരൊറ്റ വലിയൊരു കിണർ പോലെ, അതായത് ഒരു ഭയങ്കരമായ വലിയൊരു കിണർ പോലെ ആയിട്ട് കംപ്ലീറ്റ് സംഗതികൾ താഴോട്ട് പോയി. ഇത് ഇവിടെ സ്ഥിരം കാണുന്നൊരു സംഭവമാണ്. അത് സിങ്ക് ഹോൾ, SINK, സിങ്ക് ഹോൾ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ കാണാം. ഇവിടെ വന്ന ശേഷം ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 5-6 ഏറ്റവും കുറഞ്ഞത് കേട്ടിട്ടുണ്ട്, ന്യൂസിലും മറ്റേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വഴിയിൽ പോകുമ്പോൾ, ഓക്കെ, ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ മുമ്പിലൊരു സിങ്ക് ഹോൾ വന്നു. ഓക്കെ, ആ സിങ്ക് ഹോൾ കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്തി. ഓക്കെ, കാരണം ഞാൻ വണ്ടി ഓടിച്ച് പോയാലും ഞാനും അതിനകത്തോട്ട് പോകും, പിന്നെ തിരിച്ച് വരാനുള്ള ചാൻസ് ഇല്ല, അത് കഴിഞ്ഞ് അവിടെ കൊണ്ട് തീരും. അപ്പം ഞാനത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി മറ്റുള്ള വണ്ടിക്കാരെ എല്ലാം അവിടെ നിർത്തി അവരെ അങ്ങോട്ട് പോകാൻ അനുവദിക്കത്തില്ല. കാര്യം ഈ സിങ്ക് ഹോൾ എന്ന് പറയുന്ന സംഗതി ഒരു ഭീകരമായ ഒരു ഡേഞ്ചറായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് ആരെയും ഞാൻ അങ്ങോട്ട് വിടത്തില്ല, തടഞ്ഞു നിർത്തും. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു മനുഷ്യനോടുള്ള കടപ്പാട് എന്നുള്ള നിലയിലാണ്, അല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ ആഖിറത്ത്, അതായത് അറബിയിൽ ആഖിറത്ത് എന്ന് പറയും, നമ്മുടെ ഈ ജീവിതം കഴിഞ്ഞുള്ള അടുത്ത ജീവിതം, അവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ ഈ പുസ്തകങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലായാലും ഖുറാനിലായാലും വേദങ്ങളിലായാലും. പക്ഷേ ആ ലൈഫിനെ കുറിച്ച് നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അത് വേറൊരു ചോദ്യമാണ്. അപ്പം ഒരാൾക്ക്, ഓക്കെ, ഇത് വ്യക്തമായി കഴിഞ്ഞാൽ ഇത് സംഭവം വളരെ സീരിയസ് ആണ്. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമുക്ക് പരാജയം വരാൻ പാടില്ല. കാര്യം ഈ പരാജയം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞ് അയാൾക്ക് അടുത്ത ജീവിതത്തിലോട്ട് പോകുമ്പം അവിടെ സുഖം അല്ലെങ്കിൽ ശിക്ഷ വരുന്നൊരു സംഭവം ആണ് എങ്കിൽ, അപ്പോൾ അവിടെ പരാജയം വരരുത് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു റിക്വയർമെൻ്റാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പം ഇത് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ഇത് നമുക്ക് അറിയാത്ത ആൾക്കാരോട് ഇത് പറഞ്ഞു കൊടുക്കുക. അവരെ ഈ വലിയൊരു ദുരന്തത്തിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതാണ് ദഅവ. അതായത് ഏക ദൈവത്തെ മാത്രം ആരാധിക്കുക എന്ന് ജനങ്ങളോട് ഉപദേശിക്കുക. അവർക്ക് അടുത്ത ജീവിതത്തിലേക്കുള്ള
അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക. എന്നിട്ട് അവർക്ക് ഏത് പാത അവർക്ക് ചൂസ് ചെയ്യണോ അത് അവരുടെ മുമ്പിൽ തുറന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം എനിക്കിത് അറിയാമെങ്കിൽ, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് പിന്നെ ഞാനിത് മിണ്ടാതിരിക്കുന്നത്, അത് ഒരു കാരണവശാലും ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യന് മറ്റുള്ള മനുഷ്യനോടുള്ള കടപ്പാട് നമ്മൾ പൂർത്തിയാക്കാത്ത ഒരു ആക്ഷനാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ദഅവ എന്ന് പറയുന്ന സംഭവം, അതായത് ആൾക്കാരെ നേർവഴിയിലോട്ട്, അതായത് നമ്മുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആയത്ത് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് എന്ന് ഇംഗ്ലീഷ് വേണേൽ പറയാം, അല്ലെങ്കിൽ ആയത്തിന് കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇല്ല. ഖുർആനിലൊരു ആയത്തുണ്ട്, ഒരു വചനമുണ്ട്. ആ വചനം പറയുന്നത്, നമ്മൾ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വചനമാണ്. ഏറ്റവും കുറഞ്ഞത് 17 പ്രാവശ്യമെങ്കിലും നമ്മളത് പറയുന്നുണ്ട്. ഓക്കെ, അത് പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ, ദൈവമേ, എന്നെ നേർവഴിയിൽ നയിക്കണമേ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പാതയാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. അത് നമുക്കെല്ലാവർക്കും എഗ്രി ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, അല്ലേ? അതായത് നേർവഴി ഫോളോ ചെയ്യണമെന്നുള്ളത്. ഇനി നേർവഴി എന്താണെന്നുള്ളത് ആണ് നമ്മുടെ ചോദ്യം. അതിപ്പം ക്രിസ്ത്യൻ സഹോദരന്മാർ അവർ പറയും നേർവഴി ഇന്നതാണ്, എന്നാൽ മുസ്ലിങ്ങൾ പറയുന്നു നേർവഴി ഇന്നതാണ്. ഈ ഹിന്ദു മതവിശ്വാസികൾ വേറൊരു വഴി കാണിക്കും, ഇതാണ് നേർവഴി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശരിയാവില്ലല്ലോ. അത് നമുക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അതായത് എല്ലാ നേർവഴി ആവില്ലല്ലോ. അപ്പോൾ ഏതാണ് നേർവഴി എന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ, നമ്മുടെ മനുഷ്യ ബുദ്ധി നമുക്ക് ദൈവം തന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതാണ്, നമ്മൾ നേർവഴി കണ്ടുപിടിക്കുക. ഓക്കെ, അതിന് നമ്മുടെ ചില ആൾക്കാർ ജന്മന അവർ ചെറുപ്പത്തിൽ തന്നെ ഒബ്സർവ് ചെയ്ത് ഇതിൻ്റെ പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ടെന്ന് ചില ആൾക്കാർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവരൊരു ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകുന്നത്, എനിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ പടച്ചവനെ, ക്രിയേറ്ററിനെ കണ്ടുപിടിക്കണം, അവരെത്തുന്നു. ഓക്കെ, ചില ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ചോദിച്ച്, അതായത് ചിന്തിച്ച് അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോയുടെ മെയിൻ 2 സന്ദേശങ്ങൾ, ഒന്ന് മുസ്ലിങ്ങളോടാണ്. നിങ്ങൾ നമ്മുടെ അമുസ്ലിം സഹോദരന്മാർ, നിങ്ങളുടെ അയൽക്കാർ, കൂടെ പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം. പുസ്തകം എത്തിച്ചു കൊടുക്കുക, വായിക്കാനുള്ള, അത് നമ്മളെല്ലാവരും തലച്ചോറുള്ള കഴിവുള്ള ആൾക്കാരാണല്ലോ. വായിച്ച് മനസ്സിലാക്കി ഒരാൾക്ക് നേർപാതയിലേക്ക് എത്തുമെങ്കിൽ അൽഹംദുലില്ലാഹ്, പ്രൈസ് ടു അല്ലാഹ്. ഓക്കെ, പ്രൈസ് ടു ഗാഡ്. ഇനി നോൺ മുസ്ലിംസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുക. അതായത് ആരാണ് പടച്ചവൻ, ആരാണ് നമ്മുടെ ദൈവം, ആരാണ് നമ്മുടെ സൃഷ്ടാവ് എന്ന് കണ്ടുപിടിക്കുക. ഇത് നമ്മളൊരു പ്രത്യേക മതത്തിൽ മതം അനുഷ്ഠിക്കുന്ന ആചാരം അനുഷ്ഠിക്കുന്ന ഒരു വീട്ടിലായിരിക്കും നമ്മൾ ജനിച്ചത്. അപ്പോൾ ദാറ്റ് ഡസ് നോട്ട് മീൻ നമ്മൾ അവിടെ തന്നെ അത് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ള മീനിങ് വരുന്നില്ല.